ഹലോ കൂട്ടുകാരെ, നമ്മളൊക്കെയും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഈ ഒരു ജേർണീനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ജേർണീൻ്റെ സ്റ്റേജസ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒത്തിരി വീഡിയോസ് കാണാറുണ്ട്. പല ട്വിൻ ഫ്ലെയിംസിൻ്റെയൊക്കെ എക്സ്പീരിയൻസുകളിലൂടെ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് നമ്മളുടെ ജേർണീനെ താരതമ്യം ചെയ്ത് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് വന്ന ഒരു മെസ്സേജ്, ആ മെസ്സേജിലൂടെ എനിക്ക് തോന്നിയ, അതായത് ഈ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി. ആ മെസ്സേജ് ഇതായിരുന്നു: ഞാൻ ഏതോ ഒരു ലൈവിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഒരു ജേർണിയിലെ സ്റ്റേജസിനെ കുറിച്ച് അധികം അറിയില്ല, ആൻഡ് ഞാൻ ഇതാണ് ഫോളോ ആവുന്നതെന്ന് ഇൻ പെർട്ടിക്കുലറായിട്ടൊരു കാര്യം, അതായത് ഇത് ടോട്ടലി എനർജിയുടെ ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്ന ആ ഒരു ലൈവിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആളെനിക്ക് ഒന്ന് രണ്ട് ഏതോ ഇംഗ്ലീഷ് ചാനൽസിൻ്റെ ആണെന്ന് തോന്നുന്നു വീഡിയോസ് ഇട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, മാഡം നിങ്ങൾക്ക്, അതായത് ഈ സ്റ്റേജസ് അറിയില്ല എന്ന് പറഞ്ഞല്ലോ, വിത്ത് എ പോസിറ്റീവ് നോട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കൂ. നമ്മളുടെ ഈ ഒരു സ്റ്റേജസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജേർണിയിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ന് ആൾ എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ഞാൻ കണ്ടത്. അതിന് ഞാൻ മറുപടിയും കൊടുത്തിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് തോന്നി ഇത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഒരു വീഡിയോ ആയിട്ട് ഇട്ടാൽ മേ ബി ഒത്തിരി ആൾക്കാർക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ ഒത്തിരി ആൾക്കാർക്ക് അത് ഉപകാരപ്പെടുമായിരിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അതൊന്ന് ഹെൽപ്ഫുള്ളായിരിക്കും അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത്? ആദ്യത്തെ കാര്യം, നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു ലൈവിൽ വരുമ്പോൾ നമ്മളവിടെ ഒരു കണ്ടൻ്റ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ലൈവിലെന്നല്ല, ഇപ്പം എൻ്റെ വീഡിയോസ് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അത് അപ്പോൾ പറഞ്ഞ് എഡിറ്റൊന്നും ചെയ്യാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന. കാരണം മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻറ്റ്യൂഷനിൽ നിന്നും വരുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ പറയാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പോൾ വേറെ വീഡിയോസ് കണ്ടിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ഞാനും നിങ്ങളെപ്പോലൊക്കെ ഒത്തിരി വീഡിയോസ് കണ്ടിരുന്ന ഒരാളാണ് ഇതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ഉള്ളിൽ നിന്നും വരുന്ന ഒരു കണ്ടൻ്റ് ആയിരിക്കണം മാക്സിമം ആൾക്കാരും ഈ ഒരു ജേർണിയെക്കുറിച്ച് ഇടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ അതാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അറിയില്ല എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അവിടെ മേ ബി ആ ഒരു ഡിവൈൻ ഗൈഡൻസ് ആയിരിക്കും അവിടെ. അതിനെ ഞാൻ അനലൈസ് ചെയ്യാറില്ല. അറിയാമോ എന്ന് ചോദിച്ചാൽ, നിങ്ങളിലെ ഓരോരുത്തരെ പോലെയും ഈ ഒരു ജേർണിയിൽ വന്നപ്പോൾ ഇതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഈ ഒരു ജേർണിയിൽ 7 സ്റ്റേജസ് അല്ലെങ്കിൽ 8 സ്റ്റേജസ് ഉണ്ടെന്ന് എല്ലാവരും പറയുമ്പോൾ, ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് ആ ഒരു എന്താ പറയുന്നത് സ്റ്റേജിൽ ഫിറ്റിൻ ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അത് 3 വർഷം വരെ ആ ലൂപ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അത് ലൂപ്പ് തന്നെയാണ് ശരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ അതിനെ ലൂപ്പെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ജേർണി നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ വീഡിയോസിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. തീർച്ചയായിട്ടും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചാനലിൻ്റെ ആവശ്യവും ഇല്ല, ഒരു വീഡിയോസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു പക്ഷേ ആ ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അങ്ങനത്തെ വീഡിയോസ് പോപ്പപ്പ് ആയിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ആ ഒരു ഗൈഡൻസ് നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് വരെ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുകയുള്ളൂ. അപ്പോൾ എഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റേജസ്, നമ്മൾ പറയാറുണ്ട് ബബിൾ ഫേസ് ഉണ്ട്, അത് കഴിഞ്ഞ് സെപ്പറേഷനാണ്, അത് കഴിഞ്ഞ് എന്താ പറയുന്നത് റണ്ണർ ആൻഡ് ചേസർ റൗണ്ട്, ഇങ്ങനെ പല സ്റ്റേജുകളിൽ അറിയപ്പെടുന്ന സ്റ്റേജുകളാണല്ലോ നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ സ്റ്റേജസ് പറയുന്നില്ല. ഇതിലൊരു ബബിൾ സ്റ്റേജ് തന്നെ എടുക്കാം. അല്ലെങ്കിൽ ആ ഒരു ഫേസ് എന്ന് പറയുന്നത്, എത്ര ട്വിൻ ഫ്ലെയിം ജേർണീസിൽ ഈ ബബിൾ ഫേസ് വരുന്നുണ്ട്? ഒരു 80% അല്ലെങ്കിൽ 85%. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, എല്ലാ ട്വിൻ ഫ്ലെയിംസും കണ്ടുമുട്ടിയിട്ടല്ല അവർ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് അറിയുന്നത്. അതായത് ഫിസിക്കലി അവരറിയുന്നില്ല, അവർ കണ്ടുമുട്ടുന്നില്ല. അതൊരു വാസ്തവമായ കാര്യമാണ്. അപ്പോൾ എനർജറ്റിക് കണക്ഷനാണ് ഇതല്ലേ.
അപ്പോൾ എനർജറ്റിക്കലി അവരുടെ ഡ്രീംസിൽ അവരുടെ ട്വിൻ ഫ്ലെയിം വന്നിട്ട് അവർ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് പോകാറുണ്ട്. അതല്ലെങ്കിൽ കാർമിക്സ് ത്രൂ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ വരുമ്പോൾ അവർ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് പോകാറുണ്ട്. അതല്ലെങ്കിൽ ലൈഫിൽ നടന്ന ഏതെങ്കിലും ഒരു ട്രാജഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടഫ് സിറ്റുവേഷൻ ആയിരിക്കാം അവരെ ആദ്യം സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് തള്ളിവിടുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കാം അവർ ഈ ഒരു ജേർണിയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിക്കഴിഞ്ഞ്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ ഈ ബബിൾ ഫേസ് വരുന്നില്ല, ഇവരുടെ കാര്യത്തിൽ ഈ സെപ്പറേഷൻ ഫേസ് വരുന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള സിനാരിയോസാണ് ആരും നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയുടെ വീഡിയോസിൽ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പെർട്ടിക്കുലർലി ഓരോ ജേർണിയും യൂണീക്കാണ്. യൂണീക്കാണെന്ന് പറയാനുള്ള കാര്യം, ഇതൊരു എനർജിയുടെ കളിയാണ് ശരിക്കും. അതായത് നമ്മുടെ ഉള്ളിലുള്ള ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ എനർജീനെ നമ്മൾ ടോട്ടലി ബാലൻസ്ഡ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ്നെസ്സിൽ വരുമ്പോൾ മാത്രം നടക്കുന്ന ഒരു യൂണിയൻ. ആ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും നമുക്ക്, അതായത് പെർട്ടിക്കുലർലി ആദ്യം അവേക്കനാവുന്ന ട്വിന്നിന്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി, അവരാണല്ലോ മാക്സിമം കേസുകളിൽ ആദ്യം അവേക്കനാവുന്നത്. അവർക്ക് ആ ഒരു യൂണിയനെക്കുറിച്ച് ഒരു ഹോപ്പ് കാണും. യൂണിയൻ നടക്കും 3D എന്നുള്ള ഒരു ഹോപ്പ് കാണും. പക്ഷേ എന്നാണ്, എപ്പോഴാണ്, എവിടെയാണ്, നടക്കുമോ ഇല്ലയോ, ഇങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ഡൗട്ടൊന്നും കാണില്ല. അവരാ ഒരു ഞാനാണ് ബ്രഹ്മം, അതായത് ഞാനാണ് ഡിവൈൻ എന്ന് തിരിച്ചറിയുന്ന ഒരു സ്റ്റേജിൽ അവർ ഡിവൈൻ മേർജ് കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഈ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ട്വിൻ ഫ്ലെയിം ജേർണിയിലും ഈ യൂണിയനിൽ വരുന്നതെന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, എല്ലാ ജേർണീസിലും ഉള്ളത് റണ്ണർ ചേസർ ഡൈനമിക് മാത്രമാണ്. റണ്ണർ ചേസർ ഡൈനമിക് എഗെയിൻ ഫെമിനൈൻ എനർജി, ആ ഒരു എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കുന്ന ലെസൻസ് ഹീലിംഗ് പ്രോസസ്സിലൂടെ പോകുമ്പോൾ നമ്മുടെ മസ്കുലൈൻ എനർജി വന്ന് നമുക്ക് കാണിച്ചു തരുന്ന ആ ഒരു ട്രിഗേഴ്സ്, അറ്റ് ദ സെയിം ടൈം മസ്കുലൈൻ എനർജി അവരുടെ ഫീലിങ്ങിനെ ഫീൽ ആവാൻ ഇഷ്ടപ്പെടാതെ ആ ഒരു ഇമോഷൻസിൽ നിന്ന് അവർ തിരിഞ്ഞോടുമ്പോൾ അവരുടെ ഫെമിനൈൻ എനർജിയെ റിജക്റ്റ് ചെയ്ത് പോകുന്ന ആ ഒരു ഫേസ്, അത് മാസങ്ങൾ തൊട്ട് വർഷങ്ങൾ വരെ പല ജേർണീസിലും കണ്ടിന്യൂ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഈ റണ്ണർ ചേസർ ഡൈനമിക്കിൻ്റെ കോർ റീസൺ, അല്ലെങ്കിൽ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലെ എനർജിയുടെ ബാലൻസിങ്ങിൻ്റെ കോർ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ണസിൻ്റെ എനർജിയിൽ വരിക എന്നുള്ളതാണ്. വണ്ണസ് വിത്ത് ദ ഡിവൈൻ, വണ്ണസ് വിത്ത് ദ ട്വിൻ ഫ്ലെയിം, വണ്ണസ് വിത്ത് എവ്രി ബീയിങ്, എല്ലാ ബീയിങ്ങുമായിട്ടും. കാരണം ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ ഒരു പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികളിലും ഉള്ളത് ഡിവൈൻ എനർജി തന്നെയാണ്. എന്നാൽ കോൺഷ്യസ്നെസ്സിൻ്റെ അനുസരിച്ച് അതിലൊരു വ്യത്യാസം വരുമ്പോഴാണ് ഈ ഒരു ഡിവിനിറ്റി ആൻഡ് ആ ഒരു ഡിസ്റ്റോർട്ടഡ് എനർജി അത് തമ്മിലൊരു വ്യത്യാസം വരുന്നത്. എല്ലാവരും പോകുന്നത്, അല്ലെങ്കിൽ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ആ ഒരു ഡിവൈനിലേക്ക് അലൈൻ ആവാനുള്ള ഒരു ജേർണിയിലാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ വൺനെസ്സിലേക്ക് വരാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഔട്ടർ റിയാലിറ്റിയിൽ കാണുന്ന ആ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ മസ്കുലൈൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാണ് ഈ ജേർണി. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെയാണ് ലൂപ്പിൽ പെടുന്നതെന്ന് പറഞ്ഞുതരാം. എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി വീഡിയോസ് കാണുമ്പോൾ ഏകദേശം 3 വർഷത്തോളം ഞാൻ ഓരോ സ്റ്റേജിലും എന്നെ ഫിറ്റ് ഇൻ ചെയ്യാനായിട്ട് നോക്കുമായിരുന്നു. അതായത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ടാലി ആവും. ഓക്കെ, ഞാൻ ഇത്രയും ഹീൽഡാണ്, ഞാൻ ഒത്തിരി ഹീൽഡാണ്, ഞാൻ ഏകദേശം ബാലൻസ്ഡായി, ഇനിയിപ്പം എൻ്റെ ഇന്നർ യൂണിയൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ സ്റ്റേജ് കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മുമ്പോട്ട് വന്ന് അതേ ലൂപ്പിൽ തന്നെ തിരിഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി ഈ പറയുന്ന സ്റ്റേജുകളൊന്നും എൻ്റെ ജേർണിയിൽ ഫിറ്റ് ഇൻ ആവുന്നില്ല. കാരണം എൻ്റെ ജേർണിയും യൂണീക്കാണ്, മറ്റുള്ള പല ജേർണീസിനെ പോലെ തന്നെ. അങ്ങനെ എന്നാണോ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ഫ്രീ ഫ്ലോയിലേക്ക്, എനർജിയുടെ ഒരു ഫ്രീ ഫ്ലോയിലേക്ക് വന്നത്, അന്ന് പിന്നെയും എനിക്ക് ഹീലിംഗ് കുറച്ചുകൂടെ എളുപ്പമായി എന്നാണ് എൻ്റെ ഒരു ജേർണിയുടെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ സ്റ്റേജസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ
എല്ലാവരും പറയുന്ന പോലെ ഇപ്പം ഞാൻ ഈ ഇടുന്ന വീഡിയോ പോലും എല്ലാവർക്കും റെസൊനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. ഈ വീഡിയോസിൽ പറയുന്ന പോലെ ഈ മെൻറ്റേഴ്സൊക്കെ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങളിലേക്ക് ഫിറ്റ് ഇൻ ആവാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ഉള്ളിലേക്ക് നോക്കുക. ഈ ജേർണി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിലേക്ക്, കോറിലേക്ക് കണക്റ്റ് ആവാനുള്ള ഒരു ജേർണിയാണ്. അപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളെയൊക്കെ കേൾക്കുക, കാണുക. ഇത് തന്നെയാണ് എൻ്റെ ജേർണി, അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റേജിലാണെന്നൊന്നുള്ള ഒരു കൺക്ലൂഷനിൽ വരാതെ എഗെയിൻ നമ്മളുടെ ആ ഒരു ഹീലിംഗ് വർക്കിൽ ബിസി ആയിട്ടിരിക്കുക. കാരണം ഹീലിംഗ് എന്ന് പറയുന്നത് ലോങ് പ്രോസസ്സാണ്. അപ്പോൾ എന്നാണോ നിങ്ങൾ ആ ഒരു ഇന്നർ ബാലൻസിൽ വരുന്നത്, ഇന്നർ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇന്നർ ഫെമിനൈൻ ആൻഡ് മസ്കുലൈനെ ഏകദേശം ബാലൻസ് ചെയ്യാൻ പഠിക്കുന്നത്, അവിടെ തൊട്ട് നിങ്ങൾക്ക് അബൻഡൻസ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ ജേർണീനെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇന്നർ വർക്കിൻ്റെ കാര്യത്തിലും ഒത്തിരി ആൾക്കാർക്കുള്ള കൺസേണാണ് ഞാൻ എങ്ങനെ ഇന്നർ വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് എഗെയിൻ ഇതെൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇന്നർ വർക്ക് എന്ന് പറയുന്നത് നമ്മളെ ഒരു സിലബസ് പോലെ ഒന്നും ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം നമ്മളും സോൾ ആണെങ്കിൽ പോലും ഹ്യൂമൻ ബേർത്തിലാണ്, അതായത് ഒരു മനുഷ്യ ശരീരത്തിലാണ്. ഒരു ഫിസിക്കൽ ബോഡി ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ ഫിസിക്കൽ ബോഡി ഇല്ലാതെ നമുക്ക് ഈ ഒരു എർത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 3Dയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സോളിന് ഒരു ഫിസിക്കൽ ബോഡി ഇല്ലാതെ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളിലേക്ക് ഒരു ചേഞ്ച് വരുത്താൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഫിസിക്കൽ ബോഡിയിൽ നമ്മൾ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആദ്യത്തെ കാര്യം, നമ്മളെല്ലായ്പ്പോഴും മൈൻഡും സോളും ബോഡിയും കൂടെ അലൈൻ ആക്കാനായിട്ടാണ് നമ്മൾ ഇന്നർ വർക്ക് ചെയ്യുന്നത്. ഇതിനുള്ള ഏതൊരു കാര്യവും ഏതൊരു പ്രോസസ്സും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മാത്രമേ ഇതിലേക്ക് ഒരു എൻലൈറ്റ്മെൻറ്റിലേക്ക് വരത്തുള്ളൂ എന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ജേർണിയിൽ 7 ചക്ര ഹീലിംഗ് മസ്റ്റ് ആൻഡ് ഷുഡാണ്. അത് ലൈഫ് ലോങ് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പല വീഡിയോസിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് 7 ചക്ര ഹീലിംഗ് എന്ന് പറഞ്ഞ ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് 7 ചക്ര ഹീലിംഗ് എന്ന് പറയുന്നത്? എനർജറ്റിക് സെൻറ്റേഴ്സാണ്. അതിൽ നമ്മുടെ ഈ പ്രസൻറ്റ് ലൈഫിലെ ട്രോമാസും പാസ്റ്റ് ലൈഫിൽ എത്ര ജന്മങ്ങൾ നമ്മൾ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതൊക്കെയും കാണും. ആ ഒരു എനർജീസിനെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യാതെ നമുക്ക് ആ ഒരു മോക്ഷത്തിലേക്ക് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അത് എഗെയിൻ നമ്മൾ അതിലേക്ക് ഫോഴ്സായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ജസ്റ്റ് ആ ഒരു 7 ചക്ര ഹീലിംഗ് ചെയ്യുക. ബാലൻസ് എല്ലാം നാച്ചുറലി നമ്മളിലേക്ക് വരുന്നതാണ്. അതായത് ഇഷ്യൂസ് സർഫേസിൽ വരുന്നത് നാച്ചുറലി ആണ്. അതിനെ ഹീൽ ചെയ്യാനുള്ള പ്രോസസ്സ് നമുക്ക് യൂണിവേഴ്സായിട്ട് കാണിച്ചു തരും. ആൾക്കാരെ യൂണിവേഴ്സായിട്ട് എത്തിച്ചു തരും. അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്നും തന്നെ അതിനുള്ള ഗൈഡൻസ് വരും. അപ്പോൾ ഈ ഒരു 7 ചക്ര ഹീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ബീജ് മന്ത്രം ഉപയോഗിക്കാം. യോഗ പോസ്റ്റേഴ്സിലൂടെ നമുക്ക് ഹീൽ ചെയ്യാം. സരിഗമ പദനിസ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്ന ശാസ്ത്രീയ സംഗീതത്തിൻ്റെ വളരെ ബേസായിട്ടുള്ള ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് ഹീൽ ചെയ്യാം. നമ്മുടെ ക്രിയേറ്റിവിറ്റി ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളുടെ ചക്രാസിനെ ബാലൻസ് ചെയ്യാം. അതല്ലാതെ നമ്മളുടെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഹീൽ ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് വഴികൾ പലതാണ് നമ്മളെ ഹീൽ ചെയ്യാനുള്ളത്. അതാത് സോളുകൾക്ക് പറഞ്ഞിരിക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും ഫിറ്റ് ഇൻ ആവാൻ ഒരിക്കലും ശ്രമിക്കരുത്. പക്ഷേ ഗമ്യം ഒന്നാണ്, ഹീൽ ചെയ്തേ പറ്റത്തുള്ളൂ നമുക്ക് നമ്മളെ, അല്ലേ? അത് നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ നാച്ചുറലി ആ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നോളും. അടുത്തതായിട്ട് ഓരോ ജേർണിയും യൂണീക്കാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ഈ ഇടയ്ക്കായിട്ട് ഈ വേവ്സൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങി. 2nd വേവ് ആണോ, 3rd വേവ് ആണോ, 4th വേവ് ആണോ എന്നൊക്കെ. അപ്പോൾ 3rd വേവും 4th വേവും തമ്മിലും ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 3rd വേവിൽ എന്താണ്, ഒരു സെപ്പറേഷനിൽ നിന്നുകൊണ്ടാണ് DM-ഉം DF-ഉം ഹീലായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ 4th വേവിലുള്ള പല ജേർണീസിലും DM-ഉം DF-ഉം കോണ്ടാക്റ്റിലുണ്ട്. അപ്പോൾ ഏത് ജേർണിയാണ്, ഏത് വേവാണ് ഈസി എന്ന് എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് കൗൺസിലിംഗ് സെഷൻസിൽ. അപ്പോൾ ഏതൊരു ജേർണിക്കും അതിൻ്റേതായ
അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഇവിടെയും കമ്പയർ ചെയ്യാതിരിക്കുക. ഫോർ എക്സാമ്പിൾ തേർഡ് വേവിലുള്ളവർക്ക് ഒരു ലോങ് സെപ്പറേഷൻസിലൂടെയൊക്കെ ആയിരിക്കും അവർ ഹീലാവുന്നത്. അവിടെ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ബോഡീസിലുള്ള ആത്മാവിന്, അതായത് രണ്ട് പേർക്കും, രണ്ട് കൗണ്ടർ പാർട്സിന് ഒരു സ്പേസ് ഉണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കാര്യങ്ങൾ. വേറാസ് ഒരിടത്ത് നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരാൾ സപ്പോർട്ടായിട്ട് നിന്നിട്ട്, അതായത് ട്രിഗേഴ്സ് കൊടുത്തുകൊണ്ട് സപ്പോർട്ടായിട്ട് നിന്നിട്ട് ഹീൽ ചെയ്യും. എന്നാൽ സെയിം ലൂപ്പിൽ നിന്നും വെളിയിൽ കടക്കാൻ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും കാണും. അപ്പോൾ ഏതൊരു ജേർണിയും യൂണീക്കാണ്. ഇവിടെ നിങ്ങൾ ദയവ് ചെയ്ത് ഓരോ സ്റ്റേജിലേക്ക് ഫിറ്റ് ഇൻ ആവാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് മനസ്സിലാക്കുക, എൻ്റെ ഇന്നർ ഫെമിനൈനിൽ ഇനി എന്തൊക്കെ ഹീലാവാനുണ്ട്, എൻ്റെ ഇന്നർ മസ്കുലൈനിൽ എന്തൊക്കെ ഹീലാവാനുണ്ട്. ഇങ്ങനെ പോകുമ്പം ഹീലായിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് ഈ രണ്ട് എനർജീസിനെ ബാലൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു കംപ്ലീഷനിലേക്ക് വരുന്നത്. ഇതിനെ കുറച്ചുകൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ശിവ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞൊരു വീഡിയോ അല്ല, ഒരു ലൈവ് എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലൈവ് ഇട്ടിരുന്നു. ആ ഒരു ലൈവിൽ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഒരു വീഡിയോ ഇടുന്നതാണ്. റെസനേറ്റ് ആവുകയാണെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് ഹീലിംഗ് സെഷൻസിനായിട്ട്, കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പുതിയ അവേക്കനിങ്സ് ഒത്തിരി സോൾസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ നവംബർ തൊട്ട് ഇങ്ങോട്ട്. അപ്പോൾ അവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, ഇതൊരു ലോങ് ജേർണിയാണ്, അത് മനസ്സിലാക്കുക. എല്ലാവരും, ഈ ജേർണിയിലുള്ള എല്ലാവരും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അത്രയും ഡിസ്ട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. ഇന്നർ വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ കാണുന്നവരായിരിക്കാം. അതിൽ ഏത് റെസനേറ്റ് ആവുന്നോ, ഏത് ചാനൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോള് പറയുന്ന കാര്യങ്ങൾ റെസനേറ്റ് ആവുന്നോ അതിൽ നിന്നും തുടങ്ങാവുന്നതാണ്. ദയവ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സ്റ്റോറീസ് അയക്കാതിരിക്കുക എനിക്ക്. കാരണം എനർജി എന്ന് പറയുന്നത് ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള തിങ് ആണ് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഓരോ സോളിനും. അത് നിങ്ങൾ കുറച്ച് ഹീലായി മുമ്പോട്ട് വരുമ്പോൾ മനസ്സിലാവും. അത് ഓൺലി പെയ്ഡ് സെഷൻസിനായിട്ടുള്ള ഒരു നമ്പറായിട്ടാണ് അതവിടെ കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കുക, ദയവ് ചെയ്ത് അയക്കാതിരിക്കുക. എല്ലാവർക്കും ഓരോ കഥയുണ്ട്, ഓരോ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്ക് പെർട്ടിക്കുലർലി ഓരോ സ്റ്റോറി ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ ഒരു ജേർണീനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ ആകാശിക് റെക്കോർഡ് റീഡിങ്ങിൻ്റെ ക്ലാസ്സസ്, ഫസ്റ്റ് ലെവൽ ക്ലാസ്സസ് March 22 തൊട്ട് തുടങ്ങുന്നുണ്ട്. അതല്ലാതെ ഫാദർ വുണ്ട് ആൻഡ് മദർ വുണ്ടിനെ ഹീൽ ചെയ്യുന്നതിനുള്ള വർക്ക്ഷോപ്പ് 24th തൊട്ട് തുടങ്ങുന്നുണ്ട്, 3 ഡേയ്സിന്. രണ്ടും പെയ്ഡ് സെഷൻസാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ഓം നമഃ ശിവായ.